നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വാങ്ങിച്ചു നിൽക്കാൻ എനിക്ക് അത്ര ഉളുപ്പില്ലായ്മയില്ല. ഒരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ജോലി ചെയ്ത് തന്നെ തന്നെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തത്, അങ്ങനത്തെ നിൽക്കുന്നവരല്ല. നിന്റെയൊക്കെ വീട്ടിലോട്ട് പോലും കേട്ടത്താളുമാരാ. കൊറേ നാളായി നിന്നെ സഹിക്കുന്നു. വേണ്ട വേണ്ടെന്ന് വെക്കുന്തോറും ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ? സമൂഹത്തില് ഒരു വിലയില്ലാത്ത ആൾക്കാർ ആരാണ് എന്ന് പറയൂ. നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചെന്ന് പറയണം. ഇതിനെ കുറിച്ച് എത്ര ഇമെയിലുകളും എത്ര കമന്റുകളുമാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാം ജോലി എടുത്ത് ജീവിക്കുന്ന ലക്ഷ്മി ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ? അപ്പൊ ആരാണ് അവിടെ ജോലി ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാർ? നിങ്ങൾ ഈ ഷോ കണ്ടിട്ടാണ് വരുന്നത്. നിങ്ങളുടെ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ വരരുത്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? ഇതിന് ആൻസർ ചെയ്തേ പറ്റൂ. ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ എനിക്കിവിടെ സമയമല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ആവശ്യമില്ലാത്ത എത്രയോ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്ന എത്രയോ പേര് അവിടെ ആണുങ്ങൾ ഇരിപ്പുണ്ട്, പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്. സ്വാഭാവികം. ആരും അതിൽ പ്രതികരിച്ചില്ല എന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ്. അതല്ല ഉദ്ദേശം. ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? അവര് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? നിങ്ങളുടെ ചെലവിൽ ജീവിക്കുന്ന ആളാണോ? പോയല്ലേ നിങ്ങൾക്ക് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ. അവര് മറ്റേ എന്റെ വീട്ടിൽ വന്നിട്ട് കിട്ടിയല്ലോ. എന്താണിത്? ഏത് സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ പുറത്തൊക്കെ ജീവിച്ച ആളല്ലേ? ഞാൻ കുറച്ച് ഓവറായില്ലേ? ഞങ്ങൾ എന്തിനാണ്? ഞങ്ങൾ മണ്ടന്മാരാണോ ഇങ്ങനെ ഷോയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ? ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രോബ്ലം ഇല്ലല്ലോ. നിങ്ങൾ എന്ത് മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ഇങ്ങനെ ഒരു ഡിസ്കഷൻ നമ്മൾ കുറച്ച് പേരിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു. ഞാൻ സംസാരിക്കാം മസാനയോട്. ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. ഞാൻ അഭിഷേകനോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ താല്പര്യം ഒന്ന് പോവാടാ, പോയി തരത്തി പോയി കളിക്കടാ. നിങ്ങളുടെ താല്പര്യം നിങ്ങൾ മാത്രമാണ്, നിക്ഷിപ്തമാണ്. നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കാൻ മറ്റൊരാളെ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? അപ്പൊ ഇറങ്ങിപ്പോക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. അവിടെ നിൽക്കാൻ താല്പര്യമില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഇത് ഇപ്പോഴല്ല, വളരെയധികം പ്രശ്നം ഉണ്ടാവും. ലക്ഷ്മി, ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. കഴിഞ്ഞ ഷോയിലും എത്രയോ ഷോയിലും ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, അവർക്ക് എന്താണ് കുഴപ്പം? ഐ ആം വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ദിസ് ഈസ് റോങ്. എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ്. ഏത് ഏജിലാണ് കുട്ടി? എന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്തിൽ കയറി വന്നോ? ഇല്ലല്ലോ. ഷോ കാണുന്നതല്ലേ നിങ്ങളുടെ അമ്മയും മകളും? നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? കിളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ വേണ്ട അഭ്യാസം നടക്കണ്ട. എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ എനിക്കിവിടെ ഒന്ന് മനസ്സിലാക്കി. അവരുടെ മകൻ അടക്കം ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ അവന് കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് ഇവര് പറഞ്ഞത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതാണ്. നമ്മുടെ സെക്ഷുവാലിറ്റി ഒക്കെ നമ്മൾ ജനിക്കുമ്പോ തൊട്ട് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. അതൊരു പർട്ടിക്കുലർ ടൈമിൽ എത്തുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അല്ലാതെ ഒരു പൊട്ടത്തരം പറയുന്ന പോലെ ആരെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ഹെട്രോസെക്ഷൽസിനെ എല്ലാരും എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഹോമോസെക്ഷൽസ് ആകാം. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ ലക്ഷ്മി മസ്താനി മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും. എന്റെ കാഴ്ചപ്പാട് ഇതാണ്. എടി പെമ്പിള്ളേരായ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാഴ്ചപ്പാടിലാണോ നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് പറഞ്ഞ ആ വാക്കാണ്. എനിക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിലോ കാര്യങ്ങളിലോ ഒന്നും പ്രശ്നമില്ല. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ കേട്ടില്ല? അക്ബറിന്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ കേറ്റോ? ഇല്ല. അപ്പൊ അത് മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. എന്നെ കഷ്ടല്ലേ?
കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അത് പറഞ്ഞാ പോരെ. വീട്ടിൽ വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതാണ്ട് പിന്നാലെ നടക്കണമാരാണ് നമ്മൾ വീട്ടിൽ കയറ്റാൻ. അക്ബറിന്റെ വീട്ടിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് അവരായിട്ട് കൂട്ട് വേണ്ടെന്നുള്ളത്. നിങ്ങൾ കേട്ടോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ കേട്ടോ? ഇതിനകത്ത് നിങ്ങൾ കേട്ടോ? നിങ്ങൾ കേട്ടോ? ഇല്ല. ഞങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ കേട്ടു? നീ ഗാന്ധിജിയാടാ, താടിയും മുടിയും വളർത്തിയ മഹാത്മാഗാന്ധിജി. ഇങ്ങനെയാണോ ഒരു ഷോയെ കാണണ്ടേ? ഇരിക്കൂ. എനിക്ക് സംസാരിക്കാൻ ലജ്ജ തോന്നുന്നു. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ലാലേട്ടപ്പ ലക്ഷ്മി ഉള്ള കാരണം ലക്ഷ്മിയുടെ മക്കൾ ഇപ്പൊ കാണല്ലേ? ഇത്ര ബുദ്ധിമുട്ടി കൂടെ വരണോ? എന്റെ ഒരു ആഗ്രഹം ലക്ഷ്മി വീട്ടിൽ നിന്ന് മാറുന്ന തന്നെ ആ മക്കൾ നല്ല രീതിയിൽ വളർന്നു വലുതാവും. എനിക്ക് എന്താണ് ഒരു കുറവ്? എനിക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ല. ഈ ഷോയിൽ വന്നിട്ട് എന്താ കാണിക്കുന്നത്? എന്ത് മെസ്സേജാ കൊടുക്കുന്ന കമ്മ്യൂണിറ്റിക്ക്? അതിന്റെ ആവശ്യമില്ല. അവരുടെ ലൈഫ് തന്നെ ഒരു മെസ്സേജാ. എങ്ങനെ സഹിക്കണു ഈ മുതലിനെ? എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. തുറന്ന എന്തെങ്കിലും എടുത്ത കുത്തി കേട്ടി തന്നെ വായിക്കാം. അതിൽ നൂറ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ വിപ്രോയിലാണല്ലോ കേട്ടോ വർക്ക് ചെയ്യുന്നത്. അവര് വിപ്രോയില് വർക്ക് ചെയ്ത് അവർക്ക് ശമ്പളം കിട്ടി ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. സൈബർ അല്ലാതെ അവര് സെക്യൂരിറ്റി ജോലിയില്ലാത്ത ആൾക്കാരല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. കലിപ്പ് തീരുണ്ടോ ദൈവമേ, അവന്റെ മോദം കണ്ടില്ലേ? ഏത് മാഷാണ് നിന്നെ പഠി? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. ലക്ഷ്മി പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നുന്ന ഒരാളുണ്ടെങ്കിൽ കൈവെക്കൂ. ലക്ഷ്മിക്ക് കൈവെക്കാം. കാര്യം ലക്ഷ്മിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മക്കളെ, നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ. ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. ഞാൻ ആ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ കൈ പൊക്കണോ? വേണ്ട. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലക്ഷ്മി പറഞ്ഞു തരും. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലില്ലേ, നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ടോ ഇതുപോലത്തെ? ഉണ്ട്. പിന്നെന്താ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനല്ല ബുദ്ധിമുട്ട്, എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിലാണ് ബുദ്ധിമുട്ട്. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ലക്ഷ്മി, ഞാൻ കഴിഞ്ഞിട്ട് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ഇറങ്ങുന്നോ അതോ ഞാൻ ചവിട്ടി ഇറക്കണോ? ഇറങ്ങടാ. നാളെ മുതൽ നിങ്ങൾ ഇവരെയല്ലേ കാണണ്ടേ? അവര് നിങ്ങളെയല്ലേ കാണണ്ടേ? എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നിൽക്കുന്നത്? എന്തിനാണ് ഈ ഷോയിൽ വന്നത്? പുറത്ത് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ആർ യു സ്ട്രൈറ്റ്, ആർ യു? ആരാ ചോദിച്ചേ? ലക്ഷ്മി എന്റെ അടുത്ത് ലക്ഷ്മി ചോദിച്ചിട്ടുണ്ട്. എന്റെ അമ്മയെ നാട്ടിച്ച്. ഇത് തെറ്റാണോ ഇല്ലെങ്കിൽ റൈറ്റ് ആണോ പറയാൻ നമ്മൾ ആരും ഇല്ല. അത് ഒരു കാര്യത്തിലും ഇല്ല മോനെ, അത് ഒരു കാര്യത്തിലും ഇല്ല. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിലോസഫിയിൽ ജീവിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ മറ്റവന്റെ തലയെ കയറി ജീവിക്കരുത്. ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മേഡം? വളരെ മാന്യമായിട്ടാണോ ലക്ഷ്മി സംസാരിച്ചിരിക്കുന്നത്? അല്ല. ഒടുവിൽ കുറ്റസമ്മതം മലയാളം ബിഗ് ബോസിന്റെ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ടൈറ്റിൽ സോങ് എഴുതിയത് ആര്? ബിഗ് ബോസിലേക്ക് വരാൻ 5 വർഷം. ലീവ് എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. ആര്യൻ, ആരൊക്കെയാണ് ആര്യൻ? എന്നെ ആരോ വിളിച്ചു. എനിക്ക് ഒരു ധാരണയില്ല ചേട്ടാ. അയ്യോ പാവം, പോട്ടെ പോട്ടെ. ഒരു ക്ലൂ ഇല്ല, എനിക്ക് അറിയില്ല ചേട്ടാ. പാടിയത് ആരാ, ഒന്നും എഴുതിയത് അറിഞ്ഞൂടാ. ഇല്ല, ഒരു നമ്മൾ ഇങ്ങോട്ട് വന്നു. നമുക്ക് ചോദിക്കാൻ പറ്റില്ല ബിഗ് ബോസിനോട് ആരാ പാടിയെന്ന്. ഞാൻ ഈ പാട്ട് കേൾക്കുന്നത് ലാലേട്ട വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ്. അതിന് മുമ്പ് കേട്ടിട്ടില്ലേ? ഇല്ല ലാലേട്ട. ബിഗ് ബോസ് കണ്ടിട്ടില്ലേ? ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. കണ്ടിട്ടുണ്ട് ബിഗ് ബോസ്. അപ്പൊ ഈ പാട്ട് കേട്ടിട്ടില്ലേ? 100 ദിവസം ബിഗ് ബോസ്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അത് കേട്ടിട്ടില്ല ബിഗ് ബോസ്. സോറി ലാലേട്ട. അതറിയില്ല, ഇത് എനിക്കറിയില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അറിയില്ല. ജിഷിൻ, മോനെ എണീക്ക് മോനെ. നീ ഭയങ്കര ചിരിയല്ല പറ. അയ്യോ അത് വേണ്ട. അവരെ സംസാരം ചെയ്ത് കേട്ടപ്പോ അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അല്ല, ആരാ എഴുതിയത്? എഴുതിയത് അറിയില്ല ലാലേട്ടാ.
അനീഷ് 5 വർഷം ലീവ് എടുത്ത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ബിഗ് ബോസിന് വന്നാണ്. പറയൂ. എനിക്കറിയില്ല സാർ. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. മോനെ, നാണക്കേടല്ലേ ഇത്? നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ കാര്യവും അറിയാം. ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും ഇടപെടും. അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. ആവശ്യമില്ലാത്ത എല്ലാ കാര്യവും പറയും. രക്തം കട്ട പിടിക്കുന്നതിന് കാരണം വിറ്റാമിൻ ഏതാണ്? ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കിയോ? ആ ഡോക്ടർ പറയൂ. കേട്ടോ? പ്ലാസ്മയാണ് കട്ട പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ല. പ്ലാസ്മ സെൽസിൽ പ്ലാസ്മ കൈപൊക്കി എന്തിനാണ് പിന്നെ? വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ ഡോക്ടറാണ്. ഞാൻ വിചാരിച്ചു ഇപ്പൊ എല്ലാം അന്നേരം 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഞാനിവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നേക്കും. നിനക്കെന്താടാ ഇന്നിത്ര ഗമ? ഇന്നത്തിരി ഗമ കൂടുതലാ. നിങ്ങൾ ചൂടാവല്ലേ സാർ? ചൂടാവണ്ടെന്ന് വെച്ചിട്ട് കാലത്ത് എണീക്കുന്നത്. പക്ഷെ ചൂടുള്ള കിട്ടില്ല, ഞാൻ ചൂടാവും. ഇവരൊരു പച്ചക്കറി അല്ലെങ്കിൽ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ പോലും ഐ ഡു ഡ്രസ് അപ്പ് വെൽ. ഒരു പരിഷ്കാരി. ഇന്ന് കാലത്തും കൂടെ മഞ്ഞക്കൂരും കൂടി ചോറ് വെച്ചുമ്പോ നീ എന്നോടോ ബാല? കുറച്ചെങ്കിലും എനിക്ക് ഡ്രസ്സ് തരുമോ പ്ലീസ്? എന്നിട്ട് എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. കൊള്ളാം, എവനാള് കൊള്ളാം. കാതറെ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല. നിന്നൊരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വിടില്ല കാതറെ. സാർ ഇതുവരെ ഇല്ലാത്ത നോട്ടം ഇങ്ങോട്ടേക്ക് എന്തിനാ നോക്കുന്നത്? ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? ബാക്കി എല്ലാരും വരും, എന്നെ വേണ്ട. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് എന്നെ വേണം. വേണ്ട ഞാൻ മുങ്ങിയൊന്നുമല്ല. വേണ്ട. ഈ ക്യാമറയോട് ഞാൻ മിണ്ടത്തില്ല. പൊയ്ക്കോ. അവൻ വലിയ ദേഷ്യക്കാരനാ. നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തിരുമുഖം പാർത്ത അന്തപുരത്തിലെ അമ്മച്ചിയുടെ പേരെന്താ? ഞാൻ അർജുൻസിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നോട്. ആദ്യം എന്നെ കണ്ടത് എവിടെ വെച്ചാ? ഊളംപാറയിൽ വെച്ച്. എനിക്ക് എന്താ വേണ്ട? ഞാനത് വന്നപ്പോഴേ ശ്രദ്ധിച്ചതാണ്. താനൊന്ന് തെളിച്ച് പറയണോ? എന്റെ ഉള്ളിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. ഞാൻ എന്ത് പറയണെന്നാ താൻ പറയണേ? ഐ ലവ് യു. എനിക്ക് എന്റെ സൗന്ദര്യം മുടിയിലാണ്. ഞാൻ വെട്ടിക്കളയണം. വെട്ടാം, കുഴപ്പമൊന്നും. അതുകൊണ്ട് ഭൂമി കുലുക്കം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സരോജത്തെ വിട്ട് എങ്ങും പോവില്ല. ഇഷ്ടപ്പെടാൻ കാര്യം എന്താ? കാരണം ആ ശബ്ദം അടുത്താണ് വരുന്നത്. അല്ല, ഇതിന്റെ ശബ്ദം നാട്ടുകാർ മുഴുവൻ കേൾക്കുന്നുണ്ടല്ലോ. ഇല്ല, ഞാൻ സീരിയസ് ആണ്. എനിക്ക് ബിൻസിനെ ശരിക്കും ഇഷ്ടമാണ്. എന്ത് ധൈര്യത്തിലാ ഈ ഇഷ്ടം തോന്നിയെന്നൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെ ഇഷ്ടപ്പെടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ആ ധൈര്യം മനസ്സിലിരിക്കുള്ളൂ. നിങ്ങൾ ഓൾറെഡി സിംഗിൾ ആണെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ എല്ലാം പഠിച്ചിട്ടാ വന്നേക്കുന്നത്. വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഫോർ യു എനിത്തിങ്. പ്രിയ സഖി ഗംഗേ പയറു ചെക്ക് പറയൂ. A few moments later. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാണ്ട് എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. പെണ്ണെ, ആവശ്യമില്ലാതെ ജനറേറ്ററിന്റെ അകത്ത് ഡീസൽ ഒഴിക്കുന്നത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ അടുത്തേക്ക് സോറി പറഞ്ഞ് വരാനും നിക്കണ്ട ആരും. അത് വേണ്ട. അല്ലെങ്കിലോ നാടകം കളിക്കാൻ പറ്റുമല്ലോ സോറി പറഞ്ഞിട്ട്. എനിക്ക് ഇനി അതുപോലും വേണ്ട. ആര് പറയുന്നു ഇവനടുത്ത് സോറി? ഇനി എന്നെ കുത്തുവാക്ക് പറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസി അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ആരംഭിക്കലാംഗ്ലാ.
ആ നല്ല ഹൃദയത്തിന്റെ ഉടമയെ ഒരു കോമാളിയായി ഇത്ര പെട്ടെന്ന് എന്റെ മുന്നിൽ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചേട്ടാ ഇവിടെ പോകുന്ന നിൽക്കി സംസാരിക്കണം. പിന്നെ ഞാനിവിടെ കിടന്ന എക്സ്പ്രഷൻ മരിക്കണം. എനിക്ക് സംസാരിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഒരു പേഴ്സണ് മറ്റൊരു പേഴ്സണോട് കാണിക്കാവുന്ന വളരെ മാന്യമായ ഒരു മര്യാദകളുണ്ട് ഈ ലോകത്ത്. We people used to call it cheating. You know cheating. എനക്ക് മാത്രം എന്താണ് എന്നോട് ചൊറിച്ചിൽ. ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ഞാൻ പറയട്ടെ, ഇവൻ നമ്മൾ വിചാരിച്ചത്ര കുഴപ്പക്കാരനല്ല. കണ്ണൊക്കെ നിറഞ്ഞു പാവം. അതിൽ കൂടുതൽ ഒന്നും തന്നെ എനിക്ക് പറയാനോ അതിൽ കള്ളി പെരുങ്കള്ളി എന്നെ പറ്റിക്കല്ലേടി. പിന്നല്ലാതെ. സോറി, അന്ന് അപ്പോഴത്തെ ഒരു ഇതില് അറിയാതെ പറഞ്ഞു പോയതാ. പറയണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി. അതിൽ പരം എനിക്ക് കേൾക്കാനോ താല്പര്യമില്ല. നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കർ തീർക്കണ്ട. മര്യാദെങ്കിൽ പണിക്കർ മര്യാദ, പേശക പണിക്കർ മഹാപേശം. ആ ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. അത് ഇവിടെ വെറുതെ ഇരുന്നൂടെ? എനിക്ക് സഹിക്കാൻ പറ്റില്ല ചേട്ടാ. ഇവിടെ ഇരിക്കാനീ ചേട്ടാ. നീ ഒന്ന് പൊട്ടി കരഞ്ഞു, ചിലപ്പോ നിന്റെ സകല വിഷമങ്ങളും തീരും. എനിക്ക് ഒരു കാര്യം കേൾക്കാനോ ഒന്നുമില്ല. നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. അത് ആ ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. മനുഷ്യനോട് ഊരയ്ക്ക് തീ പിടിച്ചോണ്ടിരിക്കുമ്പോ പോക്കൃതരം പറയാൻ നിൽക്കരുത്. അതിനി പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരിയാണോടാ? അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. ഒരു പരിധിയുണ്ട്, മര്യാദക്ക് പറയാം. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. ഫ്ലാഷ് ബാക്ക്. പുറത്ത് നീ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ ബേസിൽ എനിക്കുണ്ടായ സൈബർ അറ്റാക്കും ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? നീ കയറിയേക്കോ? എന്റെ ഫാമിലിക്കുണ്ടായ വിഷമങ്ങളും അത് ജീവിതകാലം മുഴുവനും എന്നിൽ തന്നെ നിൽക്കും. ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അതെന്തൊക്കെയാ? അത് പോകത്തില്ല. പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? കട്ടപ്പയുടെ സീന് അവള് പിന്നീന്ന് കുത്തിക്കൊണ്ടിരിക്കുക. അനുമോ അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഇപ്പൊ പറ, പിന്നീന്ന് കുത്തിക്കൊണ്ടിരിക്കുവാന്ന്. ഞാൻ നിന്റെ പിന്നീന്ന് കുത്തിക്കൊണ്ടിരിക്കുവാന്ന്. നിന്നെ പറ്റി വീണ്ടും വീണ്ടും കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. ജീവൻ കളയാനല്ല കരി കളയാനാ പറഞ്ഞത്. അതിന് കരി പോണ്ടേ? ഇത് കരിയല്ല, അവന്റെ തൊലിയുടെ നിറവാ. പോകുകയല്ല. നീ പറഞ്ഞോ എന്നെ പറ്റി? ഇല്ല. നീ എന്തിനാ പേടിക്കുന്നേ? പേടിക്കുന്നെന്ന് പറഞ്ഞ ഒരു പരിധി വരെ ഞാൻ കട്ടപ്പാന്ന് പറഞ്ഞ ഓരോരുത്തരുടെ കമന്റ് കാണുമ്പോഴും ഒരു പരിധി വരെയാണ് കമന്റ് നോക്കി ജീവിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുക. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. എനിക്ക് കമന്റ് മാത്രമല്ല, ഓരോരുത്തർ എന്നെ വിളിക്കുന്നുണ്ട്, ഓരോ മെസ്സേജ് വരുന്നുണ്ട്. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എന്റെ അമ്മയ്ക്ക് എന്തൊരു പെർഫോമൻസ് എവിടെ നിന്ന് കിട്ടി ഇതിനെ? ഇതിന് മുമ്പുള്ള എല്ലാ സീസണിലും ഇതുപോലെ ആൾക്കാർ എന്താ ഇങ്ങനെ സൈബർ ബുള്ളിങ് അവര് ഏറ്റിട്ടില്ലേ? ഇവര് വിഷം എന്ന് പറയുന്നുണ്ട്, പാമ്പ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ വിഷരാജനാ ഞാൻ. ഇടി ഇതൊന്നും എന്റെ തലയിലോട്ട് കേട്ടിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. ഞാൻ വിശ്വസിച്ചു. ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നേ. ഇപ്പൊ കാണുന്നവർ പറയും അവൾ അങ്ങനത്തെ ഒരാളല്ല. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? ഞാൻ ആദ്യമൊക്കെ ഇതൊക്കെ തമാശ രീതിയിലാണ് എടുത്തോണ്ടിരുന്നത്. ഓക്കെ, കട്ടപ്പാടൊക്കെ കമന്റ് വരുമ്പോഴും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ തമാശ രീതിയില്ല. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. പിന്നെ ഓരോരുത്തരുടെ റിയാക്ഷൻ വീഡിയോ, ഓരോരുത്തർ എന്നെ എന്തൊക്കെ വൃത്തിയുടെ പറയുന്നത് അറിയാമോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. നീ പാടാ നാണം കെട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ പറയട്ടെ. പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മിണ്ടാമായിരുന്നു, നിനക്ക് വേണമെങ്കിൽ എന്നെ മാത്രം പറയരുത്, നിനക്കും വേണമെങ്കിൽ മിണ്ടാമായിരുന്നു. കുട്ടിക്ക് മലയാളം അറിയാം. എടി ഞാൻ നിന്റെ അടുത്ത് വന്നപ്പോഴേക്കും നീ മാറിപ്പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ശരിക്കും തള്ളുന്നുണ്ടോ? ഇന്ന് മുതൽ ഇപ്പം മുതലുള്ള കാര്യങ്ങൾ സംസാരിക്കും. പഴയ കാര്യങ്ങൾ വിട്ടു. ഇപ്പം മുതൽ നിങ്ങൾ അവിടെ ആ വീഡിയോ കണ്ടു, നിങ്ങൾ സംസാരിച്ചു. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് മനസ്സിലായി. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. അത് വെറും ആക്ടിംഗ് ആയിരുന്നു. നിനക്ക് മനസ്സിലായില്ലേ? അയ്യോ, ആക്ടിംഗ് ആയിരുന്നു. മനസ്സിലാവേ ഇല്ല. അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പുറത്തെനിക്കൊരു ലൈഫുണ്ട്. വെറുതെ കിടന്ന് ഒച്ച വയ്ക്കലടി വട്ടുപിശാശൻ. ഒരു കാര്യമില്ല, ഓരോ പേരിട്ട് തലയിലോട്ട് കേറുന്നത്. അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല.
ഇതൊക്കെ എന്തോന്ന് കരച്ചില് മോനെ. ഇതിനേക്കാൾ ഉറക്കെ ചങ്കു പൊട്ടി കരഞ്ഞിട്ടുണ്ട് ഞാൻ. ഒരു രാത്രി മുഴുവൻ തിരിഞ്ഞു നോക്കിയില്ല ഇവര്. എനിക്ക് എന്ത് വന്നോട്ട് കുഴപ്പമില്ല, എന്റെ അച്ഛനും അമ്മയും കരഞ്ഞോണ്ടിരിക്കുക. ഇന്ന് ഞാനില്ലാത്തതുകൊണ്ട് എന്റെ അപ്പൻ ജലപാനം പോലും ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ, ഇനി പറയണ സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ, ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ. ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് ചിരിച്ച് കളിച്ച് നിൽക്കാൻ പറ്റും. ആക്ടിങ് അത്ര സിമ്പിൾ ആണ് എന്ന് എനിക്ക് കാണിച്ചു തന്നത് അനുമോളാണ്. താങ്ക് യു ഫോർ ദാറ്റ്. കുറെ നേരത്തേക്ക് എന്നെ കളിയൊക്കെ ചിരിക്കലായിരുന്നു. വല്ലാണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. അനുവിനെ പോലെ PR കൊടുത്തിട്ടാണ് ഞാൻ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാനിവിടെ നിന്നാണ്. അയ്യോ മേഡം ഭയങ്കര തമാശക്കാരിയാണല്ലോ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഒരു കാര്യം, അനു പറഞ്ഞല്ലോ 16 ലക്ഷം 15 ലക്ഷം കൊടുത്ത കാരണം ഇവിടെ എല്ലാരും മാനിപ്പുലേറ്റ് ചെയ്യുന്ന. നല്ല അനു ബോധത്തോടെ ആലോചിച്ച് നോക്കാം. എന്റെ അടുത്ത് ശൈത്യടുത്തൊക്കെ പറഞ്ഞതാ കറക്റ്റ് എമൗണ്ട്. വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടായിരുന്നാ മതി. എന്ത് ചോദിച്ചാലും ഗമേ തട്ടി മൂളിക്കണം. ഞാനും ഈ കേസുമായിട്ടുള്ള ബന്ധം ഇവൻ കൊന്നു സമ്മതിക്കുമ്പോ നീ അത് കണ്ടു എന്ന് പറയുന്ന ദൃക്സാക്ഷിയാവണം. ഇല്ല ശൈത്യ പറഞ്ഞിട്ടില്ലേ? ഈ കണ്ണോണ്ട് ഇയാൾ കണ്ട്, ഈ കാതോണ്ട് ഇയാൾ കേട്ട്. അനു എല്ലാം ഒന്നും അറിയാത്ത ഒരു 1450 രൂപ 50 വയസ്സുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 1450 രൂപ 50 വയസ്സുണ്ടെങ്കിൽ എന്തോ ഒരു ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ അതിലെ ആരാ തുടങ്ങിയത്? ഇതപ്പാനി ശരത്തേട്ടത്. ബിൻസി ബെഡിന്റെ സൈഡ് പോയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. നിങ്ങൾ 3 പേരുണ്ടായിരുന്നു ആ ബെഡില്. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? നിങ്ങൾ 2 പേരും അന്ന് തെല്ലത്തി സൈഡ്, അക്ബർക്ക് ഇപ്പുറത്തെ സൈഡ്. ഈ ഇവിടെ തെല്ലത്തിരുന്ന് ഡ്രസ്സാണ് താഴും കേറും നമ്മളാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. അപ്പൊ പറഞ്ഞു ബിൻസിന്റെ ക്ലീവേജ് ഒക്കെ കാണിച്ച് അവിടെ പോയിരിക്കുന്നുണ്ടില്ല എന്താലേ അങ്ങനത്തെ ഉള്ളൊരു സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അനു ഇവിടെ എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു? മൈക്ക് കിട്ടോ ഇല്ലല്ലോ, ചെവിക്കറിയാം. ഞാൻ കേൾക്കും. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു വർത്താനം എന്നോട് പറയൂന്ന്. ഞാൻ പറയലില്ല. എന്റെ കൂടെ ശൈത്യം ഉണ്ടായിരുന്നു ഒന്ന്. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. എന്നോടാ പറഞ്ഞത് നുണച്ചി. നീ എന്നോടാ നുണച്ചി പാറു. നീ എന്നോടാ മോളെ പറഞ്ഞത്. നീ എന്റെ ഫ്രണ്ട് ആണെന്ന് പറയാ പോലും ഞാൻ എല്ലാരോടും ഇങ്ങനെയാടാ ബെൻസേ. ഇത് ജോർജ് നിനക്ക് വെച്ച കേണിയാടാ. നമുക്ക് സങ്കടം വരുന്നു കണ്ടിട്ട് കണ്ടതറിയാം. നീ എന്നോടാ പറഞ്ഞത് നുണച്ചി. നീ എന്നോടാ പറഞ്ഞത്. ഈ ജീവിതം അങ്ങടെ അവസാനിപ്പിച്ചാലോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വിചാരിക്കും ഈ ലോകത്തെ സുഖങ്ങൾ മാത്രം അനുഭവിക്കാനല്ലല്ലോ കർത്താവ് നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. നീ വെറും കള്ളക്കരച്ചിലും മാത്രമായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞപ്പോ ആരോ എന്തോ ഓതി തന്ന് പുറത്തെ PR കാര്യത്തിന് ഓർമ്മ വന്നപ്പോ നീ കളി മാറ്റി കളിച്ച് മനസ്സിലാക്കി കളഞ്ഞല്ലോ. അന്ന് പറഞ്ഞ നീ വലിയ മികച്ച ആളായതുകൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്. നിന്റെ കഴിവുകൊണ്ട് എല്ലാരും ഇവിടെ ഇരിക്കുന്നത്. പുറത്ത് നീ പൈസ എണ്ണിക്കോർത്തോണ്ട് മാത്രമാണോ ഇരിക്കുന്നത്? അതിന് നിനക്കെന്താണ് നഷ്ടം? പിന്നെ ആർക്കാ നഷ്ടം? എന്നെ തമ്പ്രാനെന്ന് വിളിച്ചിരുന്ന വിവരം കെട്ട കുറുമ്പന്മാര് ഇനി എന്നെ മൈൻഡ് ചെയ്യോ? അതിന്റെ കഴിവല്ല, നീ മനസ്സിലാക്കാതെ. ഞാൻ അന്ന് അനുഭവിച്ച വേദനയ്ക്ക് എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് ഉണ്ടായിരുന്നു. ആ ദിവസമാണ് ഈ ദിവസം. അത്രേ ഉള്ളൂ. എന്നും എന്നെ കുറ്റപ്പെടുത്താനും തള്ളി പറയാനും അല്ലാതെ എന്നെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ നിങ്ങൾ എന്തെങ്കിലും ഈ പടി കയറി വന്നത് ഭ്രാന്താണെന്നേ. എല്ലാവരെയും സ്നേഹിച്ചു പോയതുകൊണ്ടുള്ള ഭ്രാന്ത്.